പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഒരു ജനപ്രതിനിധി പറയുന്ന നുണകൾ നിമിഷങ്ങൾക്കകം ഒന്നൊന്നായി തൊലിയിരിക്കപ്പെടുമ്പോൾ ഒരു നാടാകെയാണ് നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായും കാണണമെന്ന് പറവൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആദ്യം പറവൂരിന്റെ ജനപ്രതിനിധി MLA VD സതീശന്റെ ഒരു പ്രതികരണം നമുക്ക് കാണാം, കേൾക്കാം. കണ്ണൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടനം ഒന്നാണ് നടത്തിയത്. കണ്ണൂർ എയർപോർട്ടിൽ ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു പറക്കലാണ് നടത്തിയത്. ഉദ്ഘാടനം നടത്തിയിട്ടില്ല. കണ്ണില്ലല്ല അതെ, പരീക്ഷണ പറക്കലാണ് നടത്തിയത്. സന്തോഷമല്ലേ? പരീക്ഷണ പറക്കൽ നടത്താൻ. ഉദ്ഘാടനത്തിനൊന്നും അല്ല പോയത്. ഇതുപോലെ ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം എന്നൊന്നും പറഞ്ഞ് അവിടെ ആരും പോയില്ലെന്ന്. പരീക്ഷണ പറക്കൽ നടത്തിയപ്പോൾ അത് ആദ്യമായിട്ട് അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് അത്ര ഒരു ഉദ്ഘാടനം നടത്തിയില്ല. വേണമെങ്കിൽ ഉദ്ഘാടനം നടത്താമായിരുന്നു. ഇതുപോലെ ആയിരുന്നെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നടത്താൻ ഇതുപോലെ നടത്തായിരുന്നല്ലോ. നടത്തിയില്ലല്ലോ ഉദ്ഘാടനം. വിശദീകരിക്കണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. ആദ്യമായിട്ട് അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് അത്ര ഒരു ഉദ്ഘാടനം നടത്തിയില്ല. ശരിയാണ്, പ്ലെയിൻ ഇറങ്ങുന്നതും പൊങ്ങുന്നതും ഒക്കെ കാണുന്നത് വലിയ സന്തോഷം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ പ്ലെയിൻ ഇറങ്ങുന്നത് കാണാൻ പോകുന്ന വിവരം ആരെങ്കിലും പത്രത്തിൽ പരസ്യം ചെയ്യുമോ? 2016 ഫെബ്രുവരി 28 സകല പത്രങ്ങളിലും വന്ന പരസ്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പരീക്ഷണ പറക്കൽ ഉദ്ഘാടനമെന്ന് വലിയ അക്ഷരത്തിൽ ആ പരസ്യത്തിൽ എഴുതിയിട്ടുണ്ട്. കാര്യപരിപാടി നോക്കിയാൽ അവിടെ കാണുന്നത് ഔദ്യോഗിക ഉദ്ഘാടനം എന്നാണ്. സകല പത്രങ്ങളിലും പരസ്യം കൊടുത്ത് ആഘോഷമായി നടത്തിയ ഈ പരിപാടിയെക്കുറിച്ചാണ് VD സതീശൻ പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടേയില്ലെന്ന്. ചുമ്മാ പരീക്ഷണ വിമാനം പറക്കുന്നത് കാണാൻ അവിടെ പോയതേ ഉള്ളൂ എന്ന്. ആദ്യമായിട്ട് അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് അത്ര ഒരു ഉദ്ഘാടനം നടത്തിയില്ല. എന്തിനാണ് VD സതീശൻ ഇങ്ങനെ കള്ളം പറയുന്നത്? ആ പരസ്യം നോക്കൂ. എത്ര മന്ത്രിമാർ, എത്ര MPമാർ, MLAമാർ, ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ കൂടി ഒരു വലിയ ചടങ്ങാണത്. LDF അന്ന് ആ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. പക്ഷെ UDFന്റെ മന്ത്രിമാരും MLAമാരും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിയാണത്. ഇത്രയും പേർ പങ്കെടുത്ത ഒരു പരിപാടി നടന്നിട്ടേ ഇല്ലെന്ന് തറപ്പിച്ചു പറയുകയാണ് VD സതീശൻ. ആദ്യമായിട്ട് അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് അത്ര ഒരു ഉദ്ഘാടനം നടത്തിയില്ല. അദ്ദേഹം അങ്ങനെ പറയുന്നതിലൂടെ ആരെയൊക്കെയാണ് അപമാനിക്കുന്നത്? എന്തിനാണ് VD സതീശൻ ഈ നുണ പറഞ്ഞത്? വയനാട് തുരങ്കപാതയുടെ ബ്ലാസ്റ്റിംഗ് മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ ചെയ്തല്ലോ. അതിനെതിരെ ആഞ്ഞടിക്കാനും മുഖ്യമന്ത്രിയെ പരിഹസിക്കാനും പത്രക്കാരെ കണ്ടപ്പോഴാണ് സതീശൻ യഥാർത്ഥത്തിൽ വെട്ടിലായത്. സതീശൻ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ കത്തി കയറിയപ്പോൾ പത്രക്കാരിൽ ആരോ ചോദിച്ചു, അപ്പൊ ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതോ? അങ്ങനെ ഒരു ചോദ്യം കേട്ടപാടെ പ്രതിപക്ഷ നേതാവിന്റെ കിളി പോയി. പോയ കിളിയെ തിരിച്ചു വരുത്താൻ അദ്ദേഹം കണ്ട വഴി നുണ പറയലായിരുന്നു. അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു, ആദ്യമായിട്ട് അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് അത്ര ഒരു ഉദ്ഘാടനം നടത്തിയില്ല. ഇന്ത്യയിൽ എത്രയോ വിമാനത്താവളങ്ങൾ പണിതിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഉമ്മൻചാണ്ടി കണ്ണൂരിൽ നടത്തിയതുപോലൊരു നാടകം നടത്തിയിട്ടുണ്ടോ? പകുതി പോലും പൂർത്തിയാകാത്ത റൺവേ, സിഗ്നൽ സംവിധാനമില്ല, റഡാർ സംവിധാനമില്ല. അതുകൊണ്ട് പരീക്ഷണ പറക്കൽ നടത്തിയ വിമാനത്തിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണെന്ന് സിഗ്നൽ നൽകിയത്. എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളൊന്നും അവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ പത്രങ്ങളിൽ ബ്രഹ്മാണ്ഡ പരസ്യം നൽകി പരീക്ഷണ പറക്കൽ ഉദ്ഘാടനം ചെയ്യുക എന്നൊരു നാടകം നടത്തുമോ? നടത്തിയിട്ടുണ്ടോ? UDFന്റെ ഭരണം എന്ന ഇരുണ്ട കാലം വേട്ടയാടുമ്പോൾ നുണകൾ മാത്രമാണ് VD സതീശന്റെ പ്രതിരോധം. എന്തിനാണ് ഒരു രാഷ്ട്രീയ നേതാവ്, പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി ഇങ്ങനെ നുണ പറയുന്നത്? അതുകൊണ്ട് അയാൾക്ക് എന്താണ് ലാഭം? അയാളുടെ നാടിന് എന്താണ് ലാഭം? അയാളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്താണ് ലാഭം? അയാൾ പറയുന്ന ഓരോ നുണയും സെക്കൻഡുകൾക്കകം തുറന്നു കാട്ടപ്പെടുകയാണ്. സ്വന്തം പാളയത്തിലുള്ള ഒരാൾ പോലും ആ നുണകൾ ഏറ്റുപാടാൻ തയ്യാറാവുന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധി നാണം കെടുന്നത്? നുണ പറഞ്ഞാണോ രാഷ്ട്രീയ വിമർശനം നടത്തേണ്ടത്? നുണ പറയുന്നതിൽ സതീശന് ഒരാശങ്കയുമില്ല. നുണകൾ തുറന്നു കാട്ടപ്പെടുന്നതിൽ ഒരു ജാള്യവുമില്ല. പക്ഷെ ഒന്നോർക്കണം, ജനപ്രതിനിധി പറയുന്ന നുണകൾ തൊലിയുരിക്കപ്പെടുമ്പോൾ നാണം കെടുന്നത് അയാളെ തിരഞ്ഞെടുത്ത ജനതയാണ്. ആ ജനതയുടെ ഓർമ്മശക്തിയെയും സാമാന്യബോധത്തെയുമാണ് അയാൾ വെല്ലുവിളിക്കുന്നത്. തനിക്ക് വോട്ട് ചെയ്യുന്നവരുടെ അന്തസ്സിനും മാനാഭിമാനങ്ങൾക്കും എന്തെങ്കിലും വില കൽപ്പിക്കുന്നവർ ഇങ്ങനെ നിരന്തരമായി നുണ പറയുമോ? താൻ എന്തു നുണ പറഞ്ഞാലും തന്നെ അനുകൂലിക്കുന്നവർ അതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കുമെന്ന ധാർഷ്ട്യമല്ലേ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ നുണ പറയിപ്പിക്കുന്നത്? ജനങ്ങളെ ഇങ്ങനെ വില കുറച്ച് കാണുന്ന ഒരാൾക്കല്ലേ നിരന്തരമായി നുണ പറയാൻ കഴിയൂ? നുണ അവസാനിപ്പിക്കണമോ തുടരണമോ എന്നൊക്കെ VD സതീശൻ ആലോചിക്കേണ്ടതാണ്. പക്ഷെ ആരുടെ ചെലവിലാണ് അദ്ദേഹം ഇങ്ങനെ നുണ പറയുന്നത്? അത് പറവൂരുകാരുടെ ചെലവിലാണ്. അത് അവസാനിപ്പിക്കാനുള്ള ബാധ്യതയും പറവൂരിലെ ജനങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രിയെയും CPMനെയും ഇടതുപക്ഷത്തെയും നഖശിഖാന്തം എതിർക്കാനുള്ള എല്ലാ അവകാശവും ചുമതലയും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് നുണ പറഞ്ഞല്ല ചെയ്യേണ്ടത്. VD സതീശൻ എന്ത് നുണ പറഞ്ഞാലും വസ്തുത പറഞ്ഞ് പ്രതിരോധിക്കാൻ മറുപക്ഷത്ത് സംവിധാനമുണ്ട്. അതുകൊണ്ട് അത്തരം നുണകളൊന്നും എങ്ങും ഏശാനും പോകുന്നില്ല. പക്ഷെ VD സതീശൻ നുണ പറയുമ്പോൾ, വസ്തുതകൾക്ക് മുന്നിൽ ആ നുണകൾ തകർന്നടിയുമ്പോൾ
ഇടിയുന്നത് പറവൂർ എന്ന നാടിന്റെ അന്തസ്സാണ്. വി ഡി സതീശന് വോട്ട് ചെയ്യുന്ന മാനാഭിമാനമുള്ള മനുഷ്യരുടെ അന്തസ്സാണ് ഇടിഞ്ഞ് തറയിൽ വീഴുന്നത്. താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയെ ഓർത്ത് അഭിമാനിക്കുക എന്നത് ഓരോ വോട്ടറുടെയും അവകാശമാണ്. ആ അവകാശമാണ് മാധ്യമങ്ങളുടെ മുന്നിലിട്ട് വി ഡി സതീശൻ ഇങ്ങനെ ചവിട്ടിത്തേക്കുന്നത്. അതുവഴി അദ്ദേഹം സ്വയം ചവിട്ടിത്തേക്കപ്പെടുകയാണ്. അവിടെ വി ഡി സതീശൻ എന്ന വ്യക്തിയല്ല ചവിട്ടിത്തേക്കപ്പെടുന്നത്, മറിച്ച് പറവൂർ എന്ന നാടിന്റെ സമ്മതിദാന അവകാശമാണ്. ആ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയ മനുഷ്യരുടെ അന്തസ്സാണ്. നാക്കെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരു നേതാവ് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല നാണക്കേടുണ്ടാക്കുന്നത് പൊതുസമൂഹത്തിനാകെയാണ്. അങ്ങനെ ഒരു നാട്ടിലെ ജനങ്ങളെ ആകെ വില കുറച്ചു കാണുന്ന, അവരുടെ അന്തസ്സിന് തരിമ്പും വില കൽപ്പിക്കാത്ത ഒരു ജനപ്രതിനിധിയാണ് തങ്ങൾക്കുള്ളത് എന്ന് പറവൂർ ജനത വേദനയോടെ തിരിച്ചറിയുകയാണ്. ഈ ദുരവസ്ഥയിൽ നിന്ന് ആ നാട് മോചിതമാകണം. അദ്ദേഹം വോട്ട് ചോദിച്ചു വരുമ്പോൾ നുണ പറഞ്ഞ് ഇനിയും ഈ നാടിനെ നാണം കെടുത്തരുതേ എന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവരും കൈകൂപ്പി അഭ്യർത്ഥിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിമാസം 100 രൂപ നൽകി ചാനലിനെ സാമ്പത്തികമായി നിലനിർത്താൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ nbkerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണേ. അതിലും കൂടുതൽ സംഭാവന നൽകാൻ താല്പര്യമുള്ളവർ 7994903388 എന്ന ഗൂഗിൾ പേയിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ അയയ്ക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.